വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷനായ 1.14 ദാറ്റ് ഈസ് 1.14 ദാറ്റ് ഈസ് ഗോസ് ലോ ഇതെന്താണെന്ന് നോക്കാം. ഗോസ് ലോ. ഓക്കെ, അപ്പം ഗോസ് ലോ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടേക്ക് നോക്കുന്നത്. ഗോസ് ലോ ബേസിക്കലി അതായത് നമ്മൾ ഗോസ് ലോ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഗോസ് ലോ തരുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത്. അപ്പൊ നോക്കി, ഒരു ഗിവൺ സർഫസിലൂടെ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് പോകുന്നു എന്നുള്ളതിന്റെ മെഷറാണല്ലോ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പം അത് നമുക്ക് അപ്പം നമ്മൾ അതിലൂടെ ഒരു ക്ലോസ് സർഫസ് ആണെങ്കിൽ അതിൽ എത്രമാത്രം ഇലക്ട്രിക് ഫ്ലക്സ് അതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്, അതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു സ്ഫിയർ കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ സ്ഫിയർ. ഓക്കെ, ഒരു ക്ലോസ് സർഫസ് ആണ് സ്ഫിയർ വിച്ച് ഈസ് ഹാവിങ് റേഡിയസ് ആർ റേഡിയസ് ഉള്ളൊരു സ്ഫിയർ എടുക്കുകയാണ്. ആൻഡ് ആ സ്ഫിയറിൻ്റെ അകത്ത് ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ഓക്കെ, ദർ ഇസ് എ പോയിന്റ് ചാർജ്, ഒരു ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ചാർജ് അതിന്റെ സെൻട്രലിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിന്റെ മൊത്തത്തിൽ ഈ സ്ഫിയറിന്റെ അകത്ത് കൂടിയുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ടോട്ടൽ ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഫിയറിനെ ചെറിയ ചെറിയ ഏരിയ എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സി ഇവിടെ ഒരു ചെറിയ ഏരിയ എലമെന്റ് ഇവിടെ ഉണ്ട്, ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ എലമെന്റ്. ഓക്കെ, എടുത്ത് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ പല പല ഏരിയ എലമെന്റ് ഈ സ്ഫിയറിനെ പല പല ഏരിയ എലമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഒരു ഏരിയ എലമെന്റ് ആണ് നമ്മുടെ ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിലൂടെ എത്രമാത്രം ഫ്ലക്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ഓരോ ഏരിയ എലമെന്റിലൂടെ എത്രമാത്രം ഫ്ലക്സ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സമ്മേഷൻ, അത് മൊത്തത്തിൽ അത് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. കാര്യം എല്ലാ ഡെൽറ്റ എസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇവൻച്വലി ഗിവ് ദ ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും, ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ ആയിരിക്കും. എല്ലാ ഏരിയ എലമെന്റ്സിൽ നിന്നും ഉള്ള ഫ്ലക്സ് അതായത് നമ്മളെ സ്ഫിയറിനെ ചെറിയ ചെറിയ ഏരിയ എലമെന്റ് ആയി ഡെൽറ്റ എസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്തെയും ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. സോ അതിനുശേഷം ഈ എല്ലാ ഏരിയ എലമെന്റ്സിലൂടെയും കൂടെയുള്ള എല്ലാ ഏരിയ എലമെന്റ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ സ്ഫിയറിന്റെ ഏരിയ കിട്ടും. സോ സൈമൾട്ടേനിയസ്ലി എല്ലാ ഡെൽറ്റ ഫൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഈ ഒരു മൊത്തം ആ ഏരിയ ഓഫ് ദ സ്ഫിയർ, ആ മൊത്തം സ്ഫിയറിന്റെ ഏരിയയിലൂടെ പോകുന്ന ഫ്ലക്സ് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഡെൽറ്റ എസ് ആണ്. ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഒരു ഏരിയ എലമെന്റ്. സി, ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് ഒരു എന്താണ്, വെക്ടർ ആണ് അല്ലെ. ആൻഡ് ദാറ്റ് വെക്ടർ നമുക്കറിയാം, ഏരിയ എലമെന്റിന്റെ ആ വെക്ടറിന്റെ ഏരിയ എലമെന്റ് ഇസ് എ വെക്ടർ. ആ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഏരിയ എലമെന്റിന്റെ നോർമൽ ആ ഏരിയ എലമെന്റിന്റെ നോർമൽ ആണ് അതിന്റെ ഡയറക്ഷൻ നൽകുന്നത്. ഓക്കെ, സോ വെക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇവിടെ ഇങ്ങനെ ആരോ ഇട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, എന്നതും കൂടെ പറഞ്ഞതേ ഉള്ളൂ, സോറി. ഓക്കെ, സോ അപ്പം നമ്മൾ ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ഏരിയ എലമെന്റിലെ ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഫ്ലക്സ് ത്രൂ ദിസ് പർട്ടിക്കുലർ ഏരിയ എലമെന്റ് ഡെൽറ്റ എസ്. ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഏരിയ എലമെന്റിലൂടെ ഉള്ള ഫ്ലക്സ്. അപ്പൊ ഫ്ലക്സിന്റെ ഓൾറെഡി നമുക്കറിയാം, ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്, ഇ ഡോട്ട് എ ആണ്. E dot A dot product means EA into cos of the angle between the electric field vector and the area. അപ്പം അതാണ് ഏരിയ വെക്ടർ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫ്ലക്സ്. ഓക്കെ, ഫ്ലക്സിന്റെ ഇക്വേഷൻ, ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇ ഡോട്ട് എ ആണ് ചെയ്യുന്നത്. സോ സിമിലർലി ഫ്ലക്സ് ത്രൂ ഡെൽറ്റ എസ്, അതിനെ നമ്മൾ ഡെൽറ്റ ഫൈ. ഡെൽറ്റ എസ് എന്ന് പറയുന്ന ആ ഏരിയ എലമെന്റിലുള്ള ആ ഫ്ലക്സിനെ ഡെൽറ്റ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ദാറ്റ് ഏരിയ എലമെന്റ് ഡെൽറ്റ എസ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് കൂളംസ് ലോ അനുസരിച്ച് കണ്ടുപിടിക്കാം അല്ലെ. ഒരു സിംഗിൾ ചാർജ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു കൂളംസ് ലോ ഇറ്റ് ഈസ് ഗിവൺ ബൈ Q by 4 pi epsilon naught r square and അതിന്റെ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ r cap, വെക്ടർ r cap ഡോട്ട് നമ്മുടെ ഡെൽറ്റ എസ്. ഓക്കെ, ഇനി
ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഡോട്ട് പ്രോഡക്റ്റിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഈ ഒരു യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1, ഡെൽറ്റ എസിന്റെ മാഗ്നിറ്റ്യൂഡ് വെക്ടർ ഡെൽറ്റ എസിന്റെ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ എസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് റേഡിയസ് വെക്ടർ ആൻഡ് ദ ഏരിയ എലമെന്റ് അതും കൂടെ നമുക്ക് വേണം അല്ലെ. അപ്പോൾ നമുക്കറിയാം ഈ യൂണിറ്റ് വെക്ടർ R എന്ന് പറയുന്നത് എന്താണ്? അത് സെൻട്രൽ നിന്നും ക്യൂവിൽ നിന്ന്, അത് സെൻട്രൽ നിന്നും ഈ ഏരിയ എലമെന്റിലേക്കുള്ള അതേ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പോയിന്റിങ് ഫ്രം സെന്റർ ടു ഈ ഏരിയ എലമെന്റ്. ഓക്കെ, സെന്റർ ടു ഏരിയ എലമെന്റ് ഇങ്ങോട്ടാണ് വെക്ടർ R പോയിന്റ് ചെയ്യുന്നത്. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് അലോങ് ദ റേഡിയസ് വിച്ച് ഈസ് പോയിന്റിങ് ഫ്രം സെന്റർ ടു ഏരിയ എലമെന്റ്. ഇനി നമുക്കറിയാം ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെക്ടർ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഏരിയ ഇൻറ്റു എന്താണ് എലോങ് ദ നോർമൽ വെക്ടർ ആണ്. നോർമൽ വെക്ടറിന്റെ ഡയറക്ഷനിലാണ് അതിന്റെ ഡയറക്ഷൻ പോകുന്നത്. അപ്പം ഈ സർഫസിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സർഫസിന്റെ നോർമൽ അതിന് പെർപെൻഡിക്കുലർ എടുക്കുവാണെങ്കിൽ അത് ഇങ്ങോട്ട് ഒരു നോർമൽ, ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയുന്നത് ഇങ്ങോട്ട് തന്നെയാണ് അല്ലെ. ദാറ്റ് മീൻസ് ബേസിക്കലി നമ്മുടെ ഈ R വെക്ടറും നമ്മുടെ ഡെൽറ്റ എസ് എന്ന് പറയുന്ന വെക്ടറും ഒരേ ഡയറക്ഷനിലേക്ക് തന്നെയാണ്. ദാറ്റ് മീൻസ് ഇൻഹെറന്റ്ലി അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. തീറ്റ 0 ആണ് അവർ തമ്മിലുള്ള ആംഗിൾ. തീറ്റ ഇസ് 0. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആർ ക്യാപ് ആൻഡ് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ് 0 എന്ന് പറഞ്ഞ ആൾ എന്ത് വരും? കോസ് 0 ഈസ് 1. സോ ബേസിക്കലി നമ്മളുടെ ഡെൽറ്റ ഫൈ ഇപ്പൊ ഇവിടെ എന്തായി? ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ. ഇത് ആർ ക്യാപ് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഡെൽറ്റ എസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏരിയ എലമെന്റ് ഡെൽറ്റ എസ് ആൻഡ് ദിസ് കോസ് 0 അല്ലെ. സോ ബേസിക്കലി ഇവിടെ എന്താ വരുന്നത്? വി ഹാവ് ഗോട്ട് അവർ ഡെൽറ്റ ഫൈ ആസ് ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ഡെൽറ്റ എസ് എന്ന് വന്നു. ഓക്കെ, ഇത്രയും വന്നു. സോ ദിസ് is delta phi, that is the flux through that particular area element delta S. ഇപ്പൊ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഐഡിയ പോലെ തന്നെ ഓരോ ഡിഫറെന്റ് ഏരിയ എലമെന്റ്സിലുള്ള ഫ്ലക്സ് കാണിക്കുക. അത് അതിന്റെ പല ഡെൽറ്റ എസുകൾ എടുക്കുക. എന്നിട്ട് അവിടെ എല്ലാം ഉള്ള ഡെൽറ്റ ഫൈ നമ്മൾ എന്താണ് ഡെൽറ്റ S1 ഡെൽറ്റ S2 എല്ലാം കണ്ടുപിടിച്ചിട്ട് ഇത് ടോട്ടലി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ ഫ്ലക്സുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എന്താണ് ആ ഏരിയയിലൂടെ പോകുന്ന ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് നമുക്ക് വേണ്ടത്. വി നീഡ് ദ ടോട്ടൽ ഫ്ലക്സ്. സോ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സ്ഫിയർ, ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സ്ഫിയറിനെ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫൈ ഈസ് ദ സമ്മേഷൻ ഓഫ് എന്താണ് ഓൾ ദ ഡെൽറ്റ ഫൈ, എല്ലാ ഡെൽറ്റ ഫൈയും അലോങ് ഓൾ ഡെൽറ്റ എസിലുള്ള ഡെൽറ്റ ഫൈ നമ്മൾ ആഡ് ചെയ്താൽ മതി. സോ ബേസിക്കലി എന്താണ് നമുക്ക് എല്ലാ ഡിഫറെന്റ് ഏരിയ എലമെന്റ്സിലുള്ള ഫ്ലക്സുകൾ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ജസ്റ്റ് കിട്ടിയ എന്താണ്? ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ഡെൽറ്റ എസ് ആണ് അല്ലെ. ഓക്കെ, ഇനി നോക്കുക. ഈ എല്ലാ ഏരിയ നമ്മൾ എടുക്കുന്ന ഓരോ ഏരിയ എലമെന്റും ആ ചാർജിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഏരിയ എലമെന്റ് എല്ലാം ആ ഒരു ഡിസ്റ്റൻസിൽ അകലെ തന്നെയാണ് ആ ചാർജിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ എന്താണ് നമ്മളിവിടെ സമ്മേഷൻ എടുക്കുമ്പോൾ ഈ ആർ എന്ന് പറയുന്നത് സമ്മേഷന്റെ പുറത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ബിക്കോസ് അത് സെയിം ആയിരിക്കും എല്ലാം. ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പോയിന്റ് ചാർജ് ടു ദ ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആറല്ല. അതുകൊണ്ട് അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ. സോ സമ്മേഷൻ ഓഫ് ഓൾ ഡെൽറ്റ എസ്, ഈ ഒരു ഡെൽറ്റ എസിന്റെ സമ്മേഷൻ നമ്മൾ നടത്തിയാൽ മതി. അപ്പൊ നോക്കി മൊത്തം എല്ലാ ഡെൽറ്റ എസും കൂടി ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞാണ് എല്ലാ ഡെൽറ്റ എസും എല്ലാ ഡെൽറ്റ എസും കൂടി ഇങ്ങനെ ഓരോ ഭാഗം നമ്മൾ ഡിവൈഡ് ചെയ്തു. മൊത്തം സ്ഫിയറിനെ ചെറിയ ചെറിയ ഏരിയ എലമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം ഏരിയ എലമെന്റ് എടുക്കുമ്പോൾ ഇപ്പൊ ഡെൽറ്റ S1 ഡെൽറ്റ S2 അങ്ങനെ എത്ര ഏരിയ എലമെന്റ് ആയിട്ടാണ് മൊത്തം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇറ്റ് വിൽ ബി ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ. ഓക്കെ,
അത് നമുക്ക് കിട്ടാൻ പോകുന്നത് ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ ആണ് കിട്ടുക. ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്ന ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ ആയിരിക്കും കിട്ടുക. സോ ഓൾ ഡെൽറ്റ എസ് മൊത്തം ഏരിയ എലമെന്റിനെ നമ്മൾ സമ്മേഷൻ ചെയ്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ എസ്. ദാറ്റ് ഈസ് ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ എസ്. എസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ. അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് യു നോ ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയറിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ, സ്ഫിയറിന്റെ ടോട്ടൽ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4 π r സ്ക്വയർ. ഇഫ് ദ റേഡിയസ് ഈസ് ആർ ദെൻ ഇറ്റ് ഇസ് 4 π r സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ എസിന് ഇവിടുത്തെ ഈ ഇക്വേഷനിൽ ഈ എസിന് പകരം നമുക്ക് ഈ 4 π r സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈസ് ഈക്വൽ ടു ക്യു എസ് ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ എന്നാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പം ആ എസിന് പകരം നമുക്ക് 4 π r സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ക്യൂ ബൈ 4 π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ, എസിന് പകരം 4 π r സ്ക്വയർ. ഈ 4 πയും ഈ 4 πയും ക്യാൻസൽ ആവുന്നു, ഈ ആർ സ്ക്വയറും ക്യാൻസൽഡ് ആവുന്നു. ആൻഡ് ഫൈനലി വാട്ട് ഈസ് റിമൈനിങ്? ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. സോ യു ഗോട്ട് ദിസ് ആസ് ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയത്. അപ്പം ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആ ജനറൽ റിസൾട്ടായ ഗോസ് ലോ. ദിസ് ഈസ് ബേസിക്കലി ഗോസ് ലോ. അപ്പൊ ഗോസ് ലോ എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ചാർജ് എൻക്ലോസ് ഡിവൈഡഡ് ബൈ ദ പെർമിറ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, അതാണ് ഗോസ് ലോ. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിന്റെ അകത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രമാത്രം ചാർജ് ആണ് ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ അതിന്റെ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി. Okay, so that is Gauss law. That is the flux of electric field through any closed surface. ഏതൊരു ക്ലോസ്ഡ് സർഫസിലേക്കുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് 1 by epsilon naught times the total charge enclosed by the surface. Total charge enclosed by the surface. ഇതാണ് റിസൾട്ട്. ഓക്കെ, അപ്പം ഇതാണ് ദിസ് ഇസ് ഗോസ് ലോ. ഓക്കെ, അപ്പം സോ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ക്ലോസ് സർഫസ് അക്കോർഡിംഗ് ടു ഗോസ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ് എസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗിവൺ ബൈ ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ എസ്. ആ മൊത്തം ആ സർഫസ് എസ് എന്ന് പറയുന്ന ആ സർഫസ് എത്രമാത്രം ചാർജിനെയാണ് ഉൾക്കൊള്ളുന്ന ആ ചാർജ് ആണ് എസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലോയുടെ അനുസരിച്ച് സോ വി ഹാവ് ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് അല്ലേ. അതിന്റെ ക്യൂ എന്ന് പറയുന്നത് ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവാം, ഇപ്പം ഇലക്ട്രിക് ഫ്ലക്സ് എവിടെയെങ്കിലും നമുക്ക് 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഡെഫിനറ്റ്ലി ഇംപ്ലൈസ് എന്താണ്? ക്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ആ സർഫസ് ചാർജ് ഒന്നും എൻക്ലോസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പടം നോക്കുക. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊരു സിലിണ്ടർ ആണ് അല്ലെ. അപ്പൊ ഈ സിലിണ്ടറിന്റെ അകത്തെ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. അപ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്തെ ഫ്ലക്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് ആസ് യു ക്യാൻ സി ഇത് ചാർജസ് ഒന്നും എൻക്ലോസ് ചെയ്യുന്നില്ല ഈ സിലിണ്ടർ. അപ്പൊ അക്കോർഡിംഗ് ടു ഗോസ് ലോ ഇവിടെ ചാർജസ് എൻക്ലോസ് ചെയ്യുന്നില്ല. നിങ്ങൾ എവിടെയും ചാർജ് ഇവിടെ എവിടെയും കാണുന്നില്ലോ. സോ ചാർജ് 0 ആണ്. സോ അക്കോർഡിംഗ് ടു ഗോസ് ലോ phi should be 0. That is flux should be 0. അതങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ യൂണിഫോം ആണ്. ആൻഡ് നമ്മളൊരു ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ സർഫസ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ സിലിണ്ടറിന്റെ ആക്സിസ് യൂണിഫോം ഈ ഇലക്ട്രിക് ഫീൽഡിന് പാരലാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനാണ്. ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ സിലിണ്ടറിന്റെ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ ഈ സർക്കിൾസ് ഉണ്ടല്ലോ, ആ സർക്കിൾസിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ. ഓക്കെ, സെന്റേഴ്സ് ജോയിൻ ചെയ്യുന്ന ഈ ലൈനിൽ, ഈ ലൈനിന്റെ അതേ ഡയറക്ഷനിലാണ്
നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും പോകുന്നത്. ഓക്കെ, ഇതേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ നോക്കുക, നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ്. അപ്പൊ നമ്മുടെ ഫ്ലക്സ്, നമ്മുടെ ടോട്ടൽ ഫ്ലക്സ് 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി നോ അക്കോർഡിംഗ് ടു ഗോസ് ലോ ഇറ്റ് ഷുഡ് ബി 0. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനെ 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ്, ഒന്നെന്ന് പറയുന്നത് ഈ ഭാഗം, ഈ സർക്കിൾ. ഇവിടെ ഇതിനെ 5(1) എന്ന് ഇതിന്റെ ഫ്ലക്സ് എടുക്കാം. ഇനി രണ്ടാമത്തേത് ഈ സർഫസ്, ഇതിനെ 5(2) എന്ന് എടുക്കാം. ഇനി മൂന്നാമത്തേത് ഈ ഒരു സർഫസ്, ഇവിടുത്തെ ഫ്ലക്സ് 5(3) എന്നും എടുക്കുകയാണെങ്കിൽ, സോ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നതാണ് ഫ്ലക്സ് ത്രൂ ഫസ്റ്റ് സർഫസ് പ്ലസ് ഫ്ലക്സ് ത്രൂ സെക്കൻഡ് സർഫസ് പ്ലസ് ഫ്ലക്സ് ത്രൂ ദ തേർഡ് സർഫസ്. ഓക്കെ, അത് ഈ 5(1)ഉം 5(2) എന്ന് പറയുന്നത് നമ്മളുടെ 1 and 2 ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ സർഫസ്, അതായത് ആ സർക്കുലർ ക്രോസ് സെക്ഷൻ, ആ സർഫസ് ആണ് 5(1)ഉം 5(2)ഉം റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സിലിണ്ടറിന്റെ. ആൻഡ് 5(3) എന്ന് പറയുന്നത് ആ കേർവ്ഡ് സിലിണ്ടറിക്കൽ പാർട്ടാണ്. ഈ ഒരു 5(3) എന്ന് പറയുന്ന ഈ കേർവ്ഡ് സിലിണ്ടറിക്കൽ പാർട്ട്, കേർവ്ഡ് സിലിണ്ടറിക്കൽ പാർട്ട്, ഇത്രയും ഭാഗം, ഇതാണ് 5(3) എൻക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഓരോ സർഫസ് ആയിട്ട് നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. അപ്പം നമ്മൾ നോക്കിക്കേ, ഈ സർഫസ്, ഈ തേർഡ് സർഫസ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം തൂക്കാം. ഓക്കെ, അത് ഈ കേർവ്ഡ് സിലിണ്ടറിക്കൽ സർഫസ്. ഓക്കെ, അതാണ് നമ്മുടെ തേർഡ് സർഫസ്. അപ്പൊ അതിലൂടെയുള്ള ഫ്ലക്സ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ഇതിൻ്റെ അകത്ത് ഇവിടേക്ക് നമ്മളൊരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, നോർമൽ ടു ദ സർഫസ്. ഇപ്പൊ ഇവിടുന്ന് നമ്മളൊരു നോർമൽ, ഇതിന്റെ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ, ഈ സർഫസിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലേക്കാണല്ലോ. അപ്പം അതും ആ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. സോ അതും ഇലക്ട്രിക് ഫീൽഡ് എന്താ, ഇങ്ങോട്ടാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും ഇതിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടുമാണ്. അപ്പൊ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ അറ്റ് 90 ഡിഗ്രി. അവർ 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ 5(3) എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഏരിയ എലമെന്റ് ആണല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഏരിയ എലമെന്റ്. അപ്പം ആ ഏരിയ എലമെന്റിനെ ഞാൻ S3 എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കുക. കാര്യം സർഫസ് 3 ആണല്ലോ. S3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ S3യുടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഔട്ട്വേർഡ് നോർമൽ, ദാറ്റ് ഇസ് N. അതും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ വെൻ വി കാൽക്കുലേറ്റ് ES cos 90, cos 90 നമുക്കറിയാം 0 ആണ്. സോ ദാറ്റ് ഇസ് 0. അത് 5(3) എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഡയറക്ഷൻ, ഈ 2 എന്ന് പറയുന്ന ഈ സർഫസിലെ ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഈ 2 എന്ന് പറയുന്നത് ഇതാണ് ഈ സർഫസ്, ഈ സർക്കുലർ ക്രോസ് സെക്ഷൻ. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഓക്കെ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ, എല്ലായിടത്തും ഒരുപോലെയാണ്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്. ഇനി ഈ ഒരു കേർവ്ഡ് സർഫസിന്റെ ഏരിയ എലമെന്റ്, ദാറ്റ് ഇസ് 5(2) is equal to ആ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ E.S2, ആ സർഫസിന് S2 എന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട്. അപ്പൊ S2ന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് നോർമൽ. ഇതിന്റെ ഔട്ട്വേർഡ് നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരും. അതായത് ഇയും ആ ഔട്ട്വേർഡ് നോർമലും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ദേ ആർ അറ്റ് ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, സോ അവർ തമ്മിൽ ആംഗിൾ ഉണ്ടാക്കുന്നില്ല. സോ ES ആംഗിൾ 0 ആണ്, cos 0. സോ യു ഹാവ് ഹിയർ as ES2. ഓക്കെ, ES2 എന്ന് വന്നു. സോ ദാറ്റ് ഇസ് ES2. ഇനി നോക്കുക, നമുക്ക് ഫ്ലക്സ് ത്രൂ കർവ്ഡ് സർഫസ് സിലിണ്ടറിക്കൽ സെക്ഷൻ 1 നോക്കാം. അത് ഇവിടുത്തെ ഫ്ലക്സ് നോക്കുക. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഈ ഭാഗമാണ് ഇത് ഫ്ലക്സ്. ഇവിടുത്തെ ഈ ക്രോസ് സെക്ഷന്റെ ഫ്ലക്സ് നോക്കുകയാണ്. ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ E.S1, ഏരിയ 1, സർഫസ് 1, അതിന്റെ ഏരിയ എലമെന്റ് S1 എന്ന് കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ S1ന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് നോർമൽ ആണ്. ഇവിടുന്ന് ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് S1ന്റെ ഡയറക്ഷൻ. ഓക്കെ, S1ന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. അത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും S1ന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും S1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് ദേ ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി ആണ് അവരുടെ ഇടയിലുള്ള ആംഗിൾ. സോ ദിസ് ഇസ് ES1 cos 180. cos 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ യു ഹാവ് ഹിയർ -ES1 എന്ന് വന്നു, -ES1. ഇനി നമുക്ക് നോക്കാം, നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ തന്നെ എഴുതാം. ഓക്കെ,
വി നോ വൺ തിങ്, ലൈക്ക് സിലിണ്ടറിക്കൽ സിലിണ്ടർ ആണല്ലോ, സിലിണ്ടറിന്റെ ആ സർക്കുലർ ക്രോസ് സെക്ഷൻസിന്റെ രണ്ടിന്റെയും ഏരിയ സെയിം ആയിരിക്കും. സിലിണ്ടർ ആയതുകൊണ്ട് അതിന്റെ സർക്കുലർ ക്രോസ് സെക്ഷൻസ്, അതായത് ഇവിടെയുള്ള ഈ ഏരിയയും സെയിം ആണ്. ദാറ്റ് മീൻസ് S1ഉം S2ഉം സെയിം ആണ്. അതിനെ നമ്മളിപ്പോൾ S എന്ന് വിളിക്കുകയാണെങ്കിൽ വാട്ട് യു ഗോട്ട്, ഈ S എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഏരിയ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ. ആ രണ്ട് സെക്ഷന്റെയും ഏരിയ സെയിം ആണ് ഫോർ ദ സിലിണ്ടർ സർക്കുലർ ക്രോസ് സെക്ഷൻ. ഇനി നമ്മൾ രണ്ടും സെയിം ആണ്. Therefore, now we have phi1 is as ES2 ആണല്ലോ. phi1 എന്ന് പറഞ്ഞാൽ സോറി, 1 second. So phi2 എന്ന് പറയുന്നത് ES2 ആണ്, that is ES, and we have phi1 is minus ES1 which is minus ES. സോ നോക്കിക്കേ, നമ്മുടെ ടോട്ടൽ ഫ്ലക്സ് എന്ന് phi1 plus phi2 plus phi3 ആണ്. phi1 എന്ന് കിട്ടിയിരിക്കുന്നത് മൈനസ് ES, phi2 എന്ന് പറഞ്ഞാൽ പ്ലസ് ES ആൻഡ് phi3 0. അപ്പൊ മൈനസ് ESഉം പ്ലസ് ESഉം കൂടി ചേരുമ്പോൾ this is 0. Okay, that means you got total flux is 0 as expected from Gauss law. നമ്മുടെ Gauss law അനുസരിച്ച് Q0 ആണെങ്കിൽ phi 0 ആയിരിക്കണം. അത് നമുക്കിവിടെ ഇതിൽ നിന്നും മനസ്സിലായി. ഇവിടെ Q എന്ന് പറയുന്ന ഒരു സാധനമേ എവിടെയില്ല, ബിക്കോസ് ഓഫ് വിച്ച് ഫ്ലക്സ് 0 ആയി. ഓക്കെ, അപ്പം നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഏതൊരു ക്ലോസ്ഡ് സർഫസിന്റെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ സർഫസിൽ ഒരു ചാർജും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഓക്കെ, സോ അത് നമ്മുടെ ഗോസ് ലോയുടെ ഒരു ഇംപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഇസ് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ് എങ്കിൽ ദെൻ വിച്ച് ഷുവർലി ഇംപ്ലൈസ് അത് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് 0 ആണ്. ടോട്ടൽ ചാർജ് കണ്ടെയ്ൻഡ് ഇൻ ദ ക്ലോസ്ഡ് സർഫസ് ഇസ് 0. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ഈ ഒരു ഗോസ് ലോയുടെ ഇംപ്ലിക്കേഷൻ ആണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മുടെ ഗോസ് ലോ എന്താണ്? phi is equal to Q by epsilon naught ആണ് ഗോസ് ലോ. ഓക്കെ, സോ ഇതെന്ന് പറയുന്ന ഇൻ ജനറൽ ഈ ഗോസ് ലോ എന്ന് പറയുന്നത് എന്താ പറയുക, ഇൻ ജനറൽ എല്ലായിടത്തും അത് ട്രൂ ആയിരിക്കും. സിമ്പിൾ കേസ് അല്ല, ഇൻ ജനറലി അത് ട്രൂ ആണ്. ഇനി കുറച്ച് ഈ ഗോസ് ലോയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താന്ന് നോക്കാം. ഗോസ് ലോ എന്ന് പറയുന്നത് ഏതൊരു ക്ലോസ്ഡ് സർഫസിലും അത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഏത് ക്ലോസ്ഡ് സർഫസിലും ആപ്ലിക്കബിൾ ആണ്. ആ ക്ലോസ്ഡ് സർഫസിന്റെ ഷേപ്പ് ഏതായാലും അതിന്റെ സൈസ് ഏതായാലും ഒന്നും കുഴപ്പമില്ല, ക്ലോസ്ഡ് സർഫസിനെല്ലാം ആപ്ലിക്കബിൾ ആണ്. ആൻഡ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന നമ്മുടെ ഈ ക്യൂ എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ടേം ഉണ്ടല്ലോ, ക്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ ലോയുടെ അകത്ത് ഉണ്ടാകുന്ന ക്യൂ എന്ന് പറയുന്നത് ആ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജസിന്റെ മൊത്തം ഇപ്പം കുറെ ചാർജ് ഉണ്ട്, അതിന്റെ ആ സമ്മാണ്, മൊത്തം ചാർജ് ആണ്. ഓക്കെ, സം ഓഫ് എൻക്ലോസ്ഡ് ചാർജ്. എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന മൊത്തം ചാർജിന്റെ സമ്മാണ്. ആ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? അത് ആ സർഫസിന്റെ ഇൻസൈഡുള്ള ചാർജ്, ഇൻസൈഡിലുള്ള മൊത്തം ചാർജസിന്റെ സമ്മേഷനാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. അത് സർഫസിന്റെ ഉള്ളിലെ ഏത് ഭാഗത്തിരുന്നാലും അതിന്റെ എല്ലാം കൂടി സമ്മേഷനാണ് ആ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ അകത്ത് സർഫസ് എന്ന് പറഞ്ഞ് കുറച്ച് ചാർജ് ഇൻസൈഡിലും കുറച്ച് ചാർജ് ഔട്ട്സൈഡിലും ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഈ ഇലക്ട്രിക് ഫ്ലക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാ ചാർജസും കാരണം ഉണ്ടാവുന്നതായിരിക്കും, ഇൻസൈഡും ഔട്ട്സൈഡും. ബട്ട് ഈ ക്യൂ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിലുള്ളത് എപ്പോഴും എന്താണ്, എപ്പോഴും അത് ഉള്ളിലുള്ള ചാർജ് തന്നെയാണ് വരിക. ഓക്കെ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്യൂ, ഇതിൻ്റെ അകത്ത് ക്യൂ എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ചാർജസ് മാത്രമേ ഉള്ളൂ. ഈവൻ ഇഫ് ചാർജസ് ആർ പ്രസന്റ് ഔട്ട്സൈഡ്, ചാർജസ് ഔട്ട്സൈഡിൽ ഉണ്ടെങ്കിലും ആ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ചാർജ് ആണ്. ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ സർഫസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് സർഫസ് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ ചൂസ് ചെയ്യുന്ന
ഏത് സർഫസ് ആണോ ഗോസിലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഏത് സർഫസ് ആണോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗോഷ്യൻ സർഫസ് എന്ന്. ഓക്കെ, അപ്പം ഏത് സർഫസ് ഏത് ഗോഷ്യൻ സർഫസും എടുക്കാം, ക്ലോസ് സർഫസ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് നമുക്ക് ഗോസിലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസ്ക്രീറ്റ് ചാർജസിലൂടെ പാസ് ചെയ്യാൻ പാടില്ല. ഗോഷ്യൻ സർഫസ് ഷുഡിൻ പാസ് ത്രൂ ഡിസ്ക്രീറ്റ് ചാർജസ്. അത് ഡിസ്ക്രീറ്റ് ചാർജസിലൂടെ പാസ് ചെയ്യാൻ പാടില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് ചാർജസിന്റെ ഇലക്ട്രിക് ഫീൽഡ് വെൽ ഡിഫൈൻഡ് അല്ല ആ ചാർജിന്റെ അവിടെ. ഓക്കെ, അപ്പം നമ്മൾ ക്ലോസ് ചാർജിന്റെ അടുത്തേക്ക് പോകുമ്പം ഫീൽഡ് ഒരുപാട് വലുതാവും. ഓക്കെ, അപ്പം ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഡിസ്ക്രീറ്റ് ചാർജിലൂടെ ഗോഷ്യൻ സർഫസ് പാസ് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഒരു പോയിന്റ് ചാർജിന്റെ ലൊക്കേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് അൺഡിഫൈൻഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ് കൃത്യമായിട്ട് ഉള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും നമ്മുടെ ഡിസ്ക്രീറ്റ് ചാർജ് എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് പാസ് ത്രൂ ഡിസ്ക്രീറ്റ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് എന്തെങ്കിലും സിമെട്രി ഉണ്ടെങ്കിൽ, സിസ്റ്റം ഹാസ് സിമെട്രി. അപ്പൊ സിസ്റ്റത്തിന് എന്തെങ്കിലും സിമെട്രി ഉണ്ടെങ്കിൽ ഗോസ് ലോ കുറെ കൂടി ഈസി ആയിരിക്കും കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. അത് അങ്ങനെ സിസ്റ്റം ആ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് സ്യൂട്ടബിൾ ഗോഷ്യൻ സർഫസ് ചൂസ് ചെയ്യുന്നത് വിത്ത് സം സിമെട്രി. കാരണം വെച്ചാൽ ഇന്റഗ്രേഷൻ ഈസി ആക്കും, കാൽക്കുലേഷൻ ഓഫ് ഫ്ലക്സ് അങ്ങനെയാണ് ഈക്വൽ ആവും. ഓക്കെ, ആൻഡ് ഈ ഗോഷ്യൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗോസ് ലോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ്, കൂളംസ് ലോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ഓഫ് ഡിസ്റ്റൻസ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗോസ് ലോ. അതുകൊണ്ട് തന്നെ ഗോസ് ലോ എപ്പോഴെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഇരിക്കും. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഗോസ് ലോ ഈസ് ബേസ്ഡ് ഓൺ the inverse square dependence on distance. Inverse square dependence on distance. Okay, so these are some of the points regarding Gauss law. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറെ കൂടി കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരും. ഗോസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. നോക്കുക, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1.11 ആണ്. ഓക്കെ, എക്സാമ്പിൾ 1.11 ഫ്രം NCERT ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, അവിടെ നിന്നുള്ള ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ ഇതെന്താണെന്ന് ചെയ്തു നോക്കാം. ദ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് ഇൻ ഫിഗർ 1.27 ആ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണിത്. ഓക്കെ, ഫിഗർ 1.27 എന്ന് പറയുന്നതാണ് ഇത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് ഇൻ ദിസ് ഫിഗർ ആർ, ഞാൻ ഇവിടെ ഒന്നുകൂടി ഇവിടേക്ക് എഴുതാം. ഈ സബ്സ്ക്രിപ്റ്റ് എക്സ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ആൽഫ എക്സ്. ഈ പടത്തിലെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ഡയറക്ഷൻ, അലോങ് വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അലോങ് എക്സ് ഡയറക്ഷൻ ഇസ് ആൽഫ എക്സ് പവർ ഹാഫ്. ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ വൈ ഡയറക്ഷൻ, ഈ പടത്തിലെ ഈ ക്യൂബിന്റെ വൈ ഡയറക്ഷനിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡും അതുപോലെ സെഡ് ഡയറക്ഷനിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഇസ് ഈ സബ്സ്ക്രിപ്റ്റ് സെഡും 0 ആണ്. ഇൻ വിച്ച് ആൽഫ ഇസ് ഇക്വൽ ടു, ആൽഫയുടെ വാല്യൂ 800 ന്യൂട്ടൺ പെർ കൂളം മീറ്റർ പവർ ഹാഫ് ആണ്. ഓക്കെ, ആൽഫയുടെ വാല്യൂ ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം. 800 ന്യൂട്ടൺ പെർ കൂളം മീറ്റർ പവർ ഹാഫ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്, ക്യൂബിന്റെ അകത്തുള്ള ഫ്ലക്സ്, ക്യൂബിലൂടെയുള്ള ഫ്ലക്സ്. അപ്പൊ റിമെമ്പർ ചെയ്യുക, അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്, ഗോസ് ലോ ഉണ്ട്. ആൻഡ് ചാർജ് വിത്തിൻ ദ ക്യൂബ്, ഗോസ് ലോയിൽ നിന്ന് നമുക്ക് ചാർജും കണ്ടുപിടിക്കാമല്ലോ. ആൻഡ് അസ്യൂം ദാറ്റ് എ ഇസ് ഈക്വൽ ടു 0.1 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ നമ്മുടെ അക്കോർഡിംഗ് ടു ദിസ് ഫിഗർ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എ ആണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എ ആണ്. ഈ ക്യൂബിന്റെ സൈഡ് ലെങ്ത്തും എ തന്നെയാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഇനി നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണൻസ് ആണ് ഈ എക്സ് 3 ഡയറക്ഷനിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് മനസ്സിലാക്കുക,
ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. എക്സ് കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ എക്സ് ഇലക്ട്രിക് ഫീൽഡ് എലോങ് ഇ വൈയും ഇ സെഡും 0 ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എക്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസുകൾ എടുക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഡെൽറ്റ എസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫോർ എക്സ് ഡയറക്ഷന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസസിൽ ഇലക്ട്രിക് ഫീൽഡും അതും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കാം. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഫ്ലക്സ് എന്ന് പറയുന്നത് ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിന് ഈ എക്സ് ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിൽ മാത്രമേ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിന് എക്സ് ഡയറക്ഷനിൽ മാത്രമേ കമ്പൗണ്ട് ഉള്ളൂ. ഓക്കെ, സോ ഇഫ് യു ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് അലോങ് എനി ഡയറക്ഷൻ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നമ്മളിപ്പം ഈ വൈ എടുക്കുകയാണെങ്കിൽ, ഇപ്പം വൈ എടുക്കുകയോ അല്ലെങ്കിൽ സെഡ് എടുക്കുകയോ ഈ പ്രതലം സെഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് മീൻസ് ദാറ്റ് ആ ഇലക്ട്രിക് ഫീൽഡ്, കാര്യം ഇലക്ട്രിക് ഫീൽഡിന് അവിടെ അല്ല തന്നെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആണ്. ആൻഡ് ദാറ്റ് ഇസ് ആംഗിൾ അതും ഡെൽറ്റ എസും വെക്കുന്ന ആംഗിൾ π/2 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ രണ്ടിൻ്റെയും ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ഫ്ലക്സ് അലോങ് ദ വൈ ഡയറക്ഷനും ഫ്ലക്സ് അലോങ് സെഡ് ഡയറക്ഷനും 0 ആണ്. വി ഹാവ് ഓൺലി ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ആ ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്. കാര്യം ഈ ഷെയ്ഡഡ് പോർഷൻ കണ്ടോ, ഇത് മാത്രമാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഡയറക്ഷനിലുള്ള ആ ഫേസ്, അത് രണ്ടും മാത്രമേ ഉള്ളൂ. ഈ കാണിച്ചിരിക്കുന്ന ഈ ഷെയ്ഡഡ് പോർഷൻ മാത്രമേ ഉള്ളൂ, ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത്. സോ അവിടുത്തെ മാത്രം ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ഈ ഫേസിലൂടെയുള്ള, അതിപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ലെഫ്റ്റ് ഫേസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി എക്സിന്റെ അവിടുത്തെ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് തന്നിട്ടുണ്ട്. എക്സില് ഇൻ ജനറൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ആൽഫ എക്സ് പവർ ഹാഫ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് ഫേസ് ആണല്ലോ ഇതെന്ന് പറയുന്നത്, നമ്മൾ ഇതിന് ലെഫ്റ്റ് ഫേസും ഈ പർട്ടിക്കുലർ ഫേസിനെ റൈറ്റ് ഫേസിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് ഫേസിലുള്ള ആ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഈ സബ്സ്ക്രിപ്റ്റ് എൽ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആൽഫ, ഇനി ഈ ഫേസിലേക്കുള്ള ദൂരം, ഇതാണ് നമ്മുടെ പൊസിഷൻ ഒറിജിനിൽ നിന്ന് ഈ ഫേസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് ഫേസിന്റെ ഡിസ്റ്റൻസ് എ ആണ്. സോ ഈ ആൽഫ എക്സിന് പകരം എന്ത് കൊടുക്കാം, എ പവർ ഹാഫ്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് ഇക്വൽ ടു എ. ഇനി അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ്, ഈ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് ഫേസിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ സബ്സ്ക്രിപ്റ്റ് ആർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗിവൺ ബൈ ആൽഫ ഇൻറ്റു, അപ്പം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എ, പിന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, ക്യൂബിന്റെ ലെങ്ത് സൈഡ് ലെങ്ത് എ ആണ്. സോ ദാറ്റ് ഇസ് എ പ്ലസ് എ 2a വരും, 2a the whole power half. So that is the distance to the right face. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി, ലെഫ്റ്റ് ഫേസിലെയും റൈറ്റ് ഫേസിലെയും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഫ്ലക്സ് ത്രൂ ലെഫ്റ്റ് ഫേസ് കണ്ടുപിടിക്കാം ആദ്യം. ഫ്ലക്സ് ത്രൂ ലെഫ്റ്റ് ഫേസ്, ഫ്ലക്സ് ത്രൂ ലെഫ്റ്റ് ഫേസിനെ ഫൈ സബ്സ്ക്രിപ്റ്റ് എൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് എന്താണ് ഏരിയ ഈസ് ഡെൽറ്റ എസ് എന്ന് ഏരിയ കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എസ്. അപ്പൊ ഇനി നോക്കിക്കോളൂ, ഫൈ എൽ, ഈ എൽ എന്ന് പറയുന്നത് എന്താണ്, ഈ എൽ ഇസ് ഗിവൺ ബൈ, ഓക്കെ ഒന്നുകൂടെയും കൂടി ഇതിനെ നമുക്ക് ഇതാക്കി എഴുതാൻ വേണ്ടിട്ട്, ഫൈ എൽ ഇ എൽ ഡോട്ട് ഡെൽറ്റ എസ് എന്നുള്ളതല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഡെൽറ്റ എസിന്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഏരിയ എലമെന്റ് അലോങ് ദ ഡയറക്ഷൻ. നമ്മളിവിടെ ചെയ്യുമ്പം അലോങ് ഇതിന്റെ ഡയറക്ഷൻ എത്രയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം.
അത് ഏരിയ എലമെന്റ് ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഏരിയ എലമെന്റ് ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ലെഫ്റ്റ് ഫേസിൻ്റെ അകത്ത് നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ലെഫ്റ്റ് ഫേസിലും ഇങ്ങോട്ട്, റൈറ്റ് ഫേസിലും ഇങ്ങോട്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, EL ആൻഡ് വൺ സെക്കൻഡ്, നമ്മുടെ സോറി, യാ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് EL നോക്കുക, ആൽഫ A⁻½ ആണ്. ആൻഡ് അതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് യാ, സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നമ്മൾ നോർമൽ വെക്ടർ, ഈ ലെഫ്റ്റ് ഫേസിന് നോർമൽ ഏരിയ എലമെന്റിന്റെ നോർമൽ വെക്ടർ വേണമല്ലോ. അതാണല്ലോ ഏരിയ എലമെന്റിന്റെ ഔട്ട്വേർഡ് നോർമൽ ആണ് അതിന്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഈ സർഫസിന് നമ്മൾ, ഈ ലെഫ്റ്റ് ഫേസിന് നമ്മൾ നോർമൽ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടാണ്. ദറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഫിഗർ. ഓക്കെ, ഇത് നമ്മൾ വരച്ച് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ, ഇങ്ങോട്ടാണ്. സോ അതിന്റെ ഔട്ട്വേർഡ് ഏരിയ എലമെന്റ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു. സോ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണ്. ദറ്റ് ഈസ് EL ഡെൽറ്റ എസ് കോസ് 180 എന്ന് വരും. ദറ്റ് മീൻസ് ഹിയർ വി ഹാവ് മൈനസ് EL ഡെൽറ്റ എസ് എന്ന് വരും. മൈനസ് EL ഡെൽറ്റ എസ് എന്ന് വരും. സോ നമ്മുടെ ഇതെന്ന് പറയുന്നത് എത്ര വരും? ഡെൽറ്റ എസ് എന്ന് പറയുന്നത് EL എന്ന് പറയുന്നത് മൈനസ് EL ഡെൽറ്റ എസ് ഏരിയ. ആൻഡ് വാട്ട് ഇസ് ദ ഏരിയ? ഈ ഒരു ഫേസിന്റെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണല്ലോ, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് വിത്ത് ലെങ്ത് ഓഫ് A. സോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? A² ആണ്, ഏരിയ ഓഫ് ദി സ്ഫിയർ. സോ മൈനസ് EL A². ഓക്കെ, ഇനി സിമിലർലി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിനെ നോക്കാം. ഫ്ലക്സ് ത്രൂ റൈറ്റ് ഫേസിലൂടെയുള്ള ഫ്ലക്സ്, അതിനെ നമ്മൾ 5 സബ്സ്ക്രിപ്റ്റ് R എന്നാണ് എടുക്കുന്നത് അല്ലേ. സോ 5 സബ്സ്ക്രിപ്റ്റ് R ഇസ് ഇക്വൽ ടു ER ഡോട്ട് ഡെൽറ്റ എസ് വേരിയ എലമെന്റ്. ഇനി അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ആൻഡ് നമ്മൾ ഈ ഒരു സർഫസിന്, ഈ ഒരു ഫേസിന് നമ്മൾ ഔട്ട്വേർഡ് നോർമൽ വരയ്ക്കുമ്പോൾ അതും ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. സോ ER ഡെൽറ്റ എസ് കോസ് 0, അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. ദറ്റ് മീൻസ് ER ഡെൽറ്റ എസ് എന്ന് വരും. ആൻഡ് ഇതും എന്താണ്, ഒരു ഇത് ഈ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്ക്വയർ വിത്ത് A സൈഡ് ലെങ്ത് A. സോ അതിന്റെ ഏരിയ ഓഫ് ദ സ്ഫിയർ സ്ക്വയർ എന്ന് പറയുന്നത് A². സോ ER E² എന്ന് വരും. അപ്പൊ നമുക്ക് നെറ്റ് ഫ്ലക്സ്, അപ്പൊ നമുക്ക് φL കിട്ടി. φL എന്ന് പറയുന്നത് മൈനസ് EL A² എന്നും φR എന്ന് പറയുന്നത് ER A² എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മൊത്തം ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ φR φL കൂടെ കൂട്ടണം. φR φL കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇനി ERന്റെ ELന്റെ ഒക്കെ വാല്യൂം കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എന്ന് പറയുന്ന കാര്യം, ബാക്കിയുള്ള സൈഡിലെല്ലാം എന്താണ്, ബാക്കി എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് EZഉം EY ഒക്കെ 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫ്ലക്സ് ത്രൂ ദോസ് ഫേസസ് എന്ന് പറയുന്നത് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു X എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണല്ലോ. അതുകൊണ്ട് അത് കണ്ടുപിടിക്കേണ്ട. നമുക്ക് ഈ X എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിലുള്ള ഫേസസിന്റെ ഫ്ലക്സ് മാത്രം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അതാണ് നമ്മൾ φLഉം φRഉം ആയിട്ട് കണ്ടുപിടിച്ചത്. നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ഇസ് ദ സമ്മേഷൻ. അത് നമ്മൾ 5 എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് എ സമ്മേഷൻ ഓഫ് φL പ്ലസ് φR. സം ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്ക് φL എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടി മൈനസ് EL A² എന്നും φR എന്ന് പറഞ്ഞാൽ ഇവിടെ ER A² എന്നും കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നെഗറ്റീവ് ഉള്ളതിന് രണ്ടാമത് ഇതാ ER A² മൈനസ് EL A² എന്ന് ഇതാലോ. അങ്ങനെ എഴുതി. ഇനി A² എനിക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ ഇറ്റ് വിൽ ബി ER മൈനസ് EL എന്ന് എടുക്കാം.
ഓക്കെ, ഇനി ഇ ആറിനും ഇ എല്ലിനും നമുക്ക് വാല്യൂ എടുക്കാം. എ സ്ക്വയർ ഇൻറ്റു, നമ്മൾ ഇ ആർ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇ ആർ എന്ന് പറയുന്നത് എത്രയാണ്? ആൽഫ ഇൻറ്റു 2a ദ ഹോൾ പവർ ഹാഫും ഇ എൽ എന്ന് പറയുന്ന ആൽഫ എ പവർ ഹാഫും ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് ആൽഫ എന്തായിരുന്നു? ഇ ആർ എന്ന് പറഞ്ഞ ആൽഫ ഇൻറ്റു 2a ദ ഹോൾ പവർ ഹാഫ് ഇൻറ്റു 2a ദ ഹോൾ പവർ ഹാഫും ഈ ഇ എൽ എന്ന് പറഞ്ഞ ആൽഫ എ പവർ ഹാഫും ആണ്. നീണ്ടത് നോക്കി, ഇവിടെ ആൽഫ കോമൺ ആണ്, അതുകൊണ്ട് ആൽഫയെ നമുക്ക് പുറത്തെടുക്കാം. ആൽഫ എ സ്ക്വയർ ഇൻറ്റു 2a പവർ ഹാഫ് മൈനസ് എ പവർ ഹാഫ് എന്ന് എടുക്കാമല്ലോ. ഇനി നോക്കുക, ഇവിടെ എ പവർ ഹാഫ് നമുക്ക് കോമൺ എടുക്കാൻ പറ്റുമല്ലോ. 2a ദ ഹോൾ പവർ ഹാഫ് ആണ് കേട്ടോ, 2a ദ ഹോൾ പവർ ഹാഫ്. അപ്പൊ നമുക്ക് എ പവർ ഹാഫും കൂടി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആൽഫ എ സ്ക്വയർ എ പവർ ഹാഫ് ഇൻറ്റു 2 ദ ഹോൾ 2 റേസ് ടു 1/2 എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി √2 മൈനസ് 1. എ പവർ ഹാഫ് നമ്മൾ പുറത്തേക്ക് എടുത്തു. സോ ഇനി നോക്കിക്കേ, എ പവർ 2 ഇൻറ്റു എ പവർ 1/2 എന്ന് പറഞ്ഞാൽ എ പവർ 2 പ്ലസ് 1/2 എന്ന് എഴുതാമല്ലോ. സോ 2 ഇൻറ്റു 2 പ്ലസ് 1/2, ദാറ്റ് ഇസ് 2 ഇൻറ്റു 2 4 പ്ലസ് 1/2, ദാറ്റ് ഇസ് എ പവർ 5/2. ഓക്കെ, സോ ദിസ് ഇസ് this is alpha a power 5/2. Okay, this is alpha a power 5/2 √2 minus 1 എന്ന് വരും. ഇന്നൊക്കെ നമുക്ക് ആൽഫയ്ക്ക് വാല്യൂ ഉണ്ട് ഓൾറെഡി തന്നെ. നമ്മുടെ ആൽഫയുടെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, 800 എന്നുണ്ട്. ആൻഡ് എയുടെ വാല്യൂ നോക്കുക, ഇവിടെ നമുക്ക് 0.1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഇസ് 800 ഇൻറ്റു 0.1 the whole power 0.1 the whole raised to 5/2 ഇൻറ്റു √2 മൈനസ് 1. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും 1.05 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്ന് വരും. സോ ദിസ് ഇസ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് ഇസ് ദ ചാർജ് വിത്തിൻ ദ ക്യൂബ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ചാർജ് വിത്തിൻ ദ ക്യൂബ്? ഓക്കെ, അപ്പൊ ചാർജ് കണ്ടുപിടിക്കാൻ നമുക്കിനി ഗോസ് ലോ യൂസ് ചെയ്താൽ മതി. എത്രത്തോളം ചാർജാണ് ആ ക്യൂബിന്റെ അകത്ത് നിന്നുള്ളതെന്ന് അറിയാൻ ജസ്റ്റ് ഗോസ് ലോ യൂസ് ചെയ്താൽ മതി. സോ അക്കോർഡിംഗ് ടു ഗോസ് ലോ 5, the total flux through that enclosed surface, which is the cube here, is given by q by epsilon naught. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് q എങ്ങനെ എഴുതാൻ പറ്റും? epsilon naught ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റും. സോ q is equal to, നമ്മുടെ എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എന്താണ്? അത് പഠിക്കേണ്ട ഒരു വാല്യൂ ആണ്. 8.854 ഇൻറ്റു 10 പവർ മൈനസ് 12 ഇൻറ്റു, ഇപ്പൊ നമുക്ക് ഇവിടെ 5 എത്ര കിട്ടിയ? 1.05 എന്ന് കിട്ടിയിട്ടുണ്ട്. So we have 1.05, this multiply by 9.27 into 10 power minus 12 coulomb എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലം നോക്കാം. നോക്കിക്കോളൂ. An electric field is uniform. Electric field യൂണിഫോം ആണ്, and in the positive x direction for positive x, and uniform with same magnitude but in the negative x direction for negative x. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലെയാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷെ എക്സ് ഡയറക്ഷനിൽ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോസിറ്റീവ് എക്സ് ആണ്. അത് പോസിറ്റീവ് എക്സ് സൈഡിലേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷനും, നെഗറ്റീവ് എക്സ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പം 0, ഇപ്പം ഇവിടെയാണ് നമ്മൾ, ഇതിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പം ഇങ്ങോട്ട് പോകുന്ന ഡയറക്ഷൻ നമുക്ക് പോസിറ്റീവായിട്ടും ഇങ്ങോട്ട് പോകുന്ന നെഗറ്റീവായിട്ടും എടുക്കുകയാണെങ്കിൽ, ഇങ്ങോട്ട് പോസിറ്റീവ് എക്സിൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്, ദിസ് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ ഫിഗറിലും അതുപോലെ കാണിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ഇത് ഈ സീറോയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള നമുക്ക് നെഗറ്റീവ് എക്സ് എക്സ് ആണല്ലോ. അപ്പൊ അങ്ങോട്ടാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതേ സൈഡിലേക്കായിരിക്കും, ഇത് ഇങ്ങോട്ടായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, it is given that E is equal to 200, E is equal to, it is given that E is equal to 200 I cap Newton per coulomb for x greater than 0. X greater than 0 ക്ക് 200 I cap Newton per coulomb, and ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -200 I cap for Newton per coulomb for x less than 0. x less than 0 ക്ക് E is equal to -200 I cap എന്നാണ് കൊടുത്തിരിക്കുന്നത്. A right circular cylinder of length 20 cm and radius 5 cm has its center at the origin
and axis along the x-axis so that one face is at x equal to plus 10 centimeter and the other is at x equal to minus 10 centimeter. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആസ് ഇൻ ഫിഗർ 2.8. അപ്പം ഒരു 20 centimeter, a right circular cylinder of length 20 centimeter and radius 5 centimeter. അപ്പം ഇതാണ് 20 സെന്റിമീറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ലെങ്ത് ആണ്, ഈ ലെങ്ത് 20 സെന്റിമീറ്ററും റേഡിയസ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷന്റെ റേഡിയസ്. ഓക്കെ, ക്രോസ് സെക്ഷന്റെ റേഡിയസ് 5 സെന്റിമീറ്ററും ആയിട്ടുള്ള ഒരു സിലിണ്ടറിന് സെന്റർ അറ്റ് ദ ഒറിജിനിലാണ് സെന്റർ ഉള്ളത്. ഇവിടെയാണ് അതിന്റെ സെന്റർ ഉള്ളത്. ആൻഡ് ആക്സിസ് അലോങ് ദ എക്സ് ആക്സിസ് സോ ദാറ്റ് വൺ ഫേസ് എന്ന് പറയുന്നത് ഒരു ഫേസ് പ്ലസ് 10 സെന്റിമീറ്ററും മറ്റേത് മൈനസ് 10 സെന്റിമീറ്ററിലും ആയിരിക്കും. അതായത് ഈ ഒറിജിൻ എന്ന് പറയുന്ന ഈ 20 സെന്റിമീറ്ററിന്റെ ഒത്ത നടുക്കാണ്. അത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 10ആണ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 10ആണ്. അപ്പം ആ ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ നമ്മൾ 0 എന്ന് പറഞ്ഞ ആ പോയിന്റ് വെച്ച് പറയുന്നത് ഒരു ഫേസ് പ്ലസ് 10 സെന്റിമീറ്ററിലും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 10 സെന്റിമീറ്റർ തന്നെയാണ്. പക്ഷെ അത് നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് ഇങ്ങോട്ടുള്ളത് മൈനസ് 10 സെന്റിമീറ്റർ അടുത്ത ഫേസും കിടക്കുന്നു. ഓക്കെ, വാട്ട് ഇസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫ്ലാറ്റ് ഫേസ്? ഈ ഓരോ ഫ്ലാറ്റ് ഫേസിന്റെയും നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്നാണ്. ഇവിടുത്തെ ഓരോ ഫ്ലാറ്റ് ഫേസിന്റെയും നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എത്രയാണ്? വാട്ട് ഇസ് ദ ഫ്ലക്സ് ടു സൈഡ് ഓഫ് ദി സിലിണ്ടർ? ഈ സിലിണ്ടർ സൈഡിലൂടെയുള്ള ഫ്ലക്സ് എത്രയാണ്? വാട്ട് ഇസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ടു സിലിണ്ടർ? ടോട്ടൽ എത്രയാണ്? മൊത്തം നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെയും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ആഡ് ചെയ്താൽ മതി. വാട്ട് ഇസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സിലിണ്ടർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫേസ്? ഈച്ച് ഫ്ലാറ്റ് ഫേസ്, ഈ ഓരോ ഫ്ലാറ്റ് ഫേസിന്റെയും ഇവിടെ വരുന്ന ഫ്ലക്സ് എത്രയാണെന്നാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പം ഈ പടത്തിന്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ ലെഫ്റ്റ് ഫേസ് നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ, അപ്പം ഫ്ലക്സ് ത്രൂ ദിസ് ലെഫ്റ്റ് ഫേസിനെ നമ്മൾ φL എന്ന് വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഡെൽറ്റ എസ് ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഡെൽറ്റ എസ് ആണ്. അപ്പം നമുക്ക് ഈ ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ എക്സ് ലെസ് ദാൻ സീറോയിലാണല്ലോ ഈ ഭാഗം കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ സീറോയുടെ ഭാഗത്താണ്. അപ്പം എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദിസ് വൺ -200I എന്ന് തന്നിട്ടുണ്ട്. സോ -200I ഡോട്ട് ഡെൽറ്റ എസ്. ഓക്കെ, ഇനി അപ്പൊ നോക്കുക, ഇതിന്റെ ഔട്ട്വേർഡ് നോർമൽ എന്തായിരിക്കും? നമുക്ക് ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ ഇത് കണ്ടുപിടിക്കണം, ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം ഡെൽറ്റ എസ് വിൽ ബി പോയിന്റിന്റെ ഔട്ട്വേർഡ് നോർമൽ. ഇവിടുന്ന് ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ. അപ്പൊ ഡെൽറ്റ എസ് ഇങ്ങോട്ടാണ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡും അങ്ങോട്ട് തന്നെയാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിൽ എക്സ് ആക്സിസ് ആണെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലും പോസിറ്റീവ് എക്സ് ആണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്കുമാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡും ഇതേ ഡയറക്ഷനിലാണ്, ഡെൽറ്റ എസും ഒരേ ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് എന്താണ്? അത് രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോ ഒരേ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ so this will be -200 so this is -200 and I dot delta s ഒരേ ഡയറക്ഷനിലേക്കാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, I ഡോട്ട് ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. I ഡോട്ട് ഡെൽറ്റ എസ് ആണ്. നമുക്കിനി ഇവിടെ വേണ്ടത് ഈ -200 ഇൻറ്റു I ഡോട്ട് ഡെൽറ്റ എസ് ആണ്. അപ്പോ നമ്മളുടെ ഈ ഇത് രണ്ടും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡെൽറ്റ എസ് അങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് ഈ I ഡോട്ട് ഡെൽറ്റ എസ് അതിന്റെ ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പം ഈ ഏരിയ എലമെന്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നെഗറ്റീവ്, ഈ ഔട്ട്വേർഡ് നോർമൽ പുറത്തേക്കാണല്ലോ.
കാര്യം എസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിലേക്കാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഐ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പോയിന്റിങ് ടുവേർഡ്സ് ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. അപ്പൊ ദാറ്റ് ഈസ് നെഗറ്റീവ് ഡെൽറ്റ എസിലാണ് അത് പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്വസ്റ്റനിൽ എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആ ഡയറക്ഷൻ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ദിസ് ഇസ് മൈനസ് ഡെൽറ്റ എസ്. സോ -200 ഇൻറ്റു മൈനസ് ഡെൽറ്റ എസ് എന്ന് വരും. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് 200 ഇൻറ്റു ഡെൽറ്റ എസ് എന്ന് വരും. ഓക്കെ, ആൻഡ് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ബേസിക്കലി ഏരിയ ഓഫ് ദ സർക്കുലർ ക്രോസ് സെക്ഷൻ. നമുക്കറിയാം ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. സോ 200 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 5 സെന്റിമീറ്ററിന് റേഡിയസ് ഇസ് ബീങ് ഗിവൺ ആസ് 5 സെന്റിമീറ്റർ. അതിനെ മീറ്റർ ആക്കുമ്പോൾ 0.05 മീറ്റർ. സോ ഇവിടെ നമുക്ക് അത് ചെയ്യാം. 200 ഇൻറ്റു 5 ഇൻറ്റു 0.05 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് as 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്ന് വരും. ഇനി നോക്കുക, അപ്പൊ ആ ഫേസിൽ കഴിഞ്ഞു. ഇനി ഈ റൈറ്റ് ഫേസിൽ എന്താണ് ഫ്ലക്സ് എന്ന് നോക്കുക. അപ്പൊ റൈറ്റ് ഫേസിലെ ഫ്ലക്സിനെ ഫൈ ആർ എന്ന് വിളിക്കുവാണെങ്കിൽ സിമിലർ ടു ദാറ്റ് എന്താണ് ഇയും ഇ ആർ ഡോട്ട് ഡെൽറ്റ എസ് ആണല്ലോ, ഇ ആർ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പൊ ഇവിടെ നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, ഔട്ട്വേർഡ് നോർമലും അതേ ഡയറക്ഷനിലാണ്. ആൻഡ് ഔട്ട്വേർഡ് നോർമലിന്റെ ഡയറക്ഷൻ ഇവിടെ നമുക്ക് നോക്കുക, ഇവിടുത്തെ ഔട്ട്വേർഡ് നോർമലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ലെഫ്റ്റ് ഫേസിലെ ഈ ഫേസിലെ ഔട്ട്വേർഡ് നോർമൽ, അതാണ് നമ്മൾ ഏരിയ എലമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് നോർമലിന്റെ ഡയറക്ഷൻ അത് നെഗറ്റീവ് എക്സ് ആണ്. നേരെ മറിച്ച് ഇപ്പൊ ഈ ഫേസിൽ എടുക്കുമ്പോൾ ഇതിന്റെ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന, അതാണ് നമ്മുടെ ഏരിയ എലമെന്റ് ഡയറക്ഷൻ. ആ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഓക്കെ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ അതൊന്ന് ചിന്തിക്കണം. ദാറ്റ് ഈസ് വാട്ട് എന്താണ്, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇവിടെ നെഗറ്റീവ് എടുക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ്, ബട്ട് നമ്മൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലും ഇലക്ട്രിക് ഫീൽഡ് പാരലാണ്, പക്ഷെ ഈ ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് പ്രത്യേകം നമ്മൾ എടുക്കുന്നുണ്ട്. ഔട്ട്വേർഡ് നോർമലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരെണ്ണം ഈ ലെഫ്റ്റ് ഫേസ് എടുക്കുമ്പോൾ അത് അതിന്റെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. റൈറ്റ് ഫേസ് എടുക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് ഡയറക്ഷനിലാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇ ആർ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇ ആർ ഇൻറ്റു ഡെൽറ്റ എസ്. അപ്പൊ ഡെൽറ്റ എസിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇ ആർ ഇൻറ്റു ഡെൽറ്റ എസ്. ഓക്കെ, അപ്പം നോക്കുക, ഇൻറ്റു കോസ് 0 മീൻസ് ഇറ്റ് ഇസ് 1. ഓക്കെ, കോസ് 0 മീൻസ് ഇറ്റ് ഇസ് 1. അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. കോസ് 0 ഇവിടെ എടുത്തായിരുന്നു. ഓക്കെ, കോസ് 0 എന്ന് പറയുമ്പോഴത്തേക്കും കോസ് 0 ആയിട്ടില്ല എടുക്കുന്നത്, ഇ ആർ സോറി കൺഫ്യൂസ്ഡ് ആക്കുന്ന ഇ ആർ ഇൻറ്റു ആൻഡ് ഡെൽറ്റ എസ്. അപ്പം ഓക്കെ, ഇആറിന്റെ വാല്യൂ നമ്മൾക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ ആർ എന്ന് പറയുന്നത് ഈ ഫേസിൽ 200 ഐ ആണ്. ഓക്കെ, അവിടെയാണ് സോറി, അവിടെ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ മാറിക്കൊണ്ട് 200 ഐ. ആ വെക്ടറും ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ വെക്ടറും തമ്മിലുള്ള ആംഗിൾ, അപ്പം അത് റെഡി ആയിക്കോളും. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ആംഗിളും എടുത്താൽ മതി. സോ 200 ഇൻറ്റു ഇവർ തമ്മിലുള്ള ഡെൽറ്റ ഐയും ഡെൽറ്റ എസും തമ്മിലുള്ള ആംഗിള്. സോ വാട്ട് ഇസ് ദാറ്റ്, ഇവിടെ എന്ന് പറയുന്നത് ബിക്കോസ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ഐ ഡോട്ട് ഡെൽറ്റ എസ്. സോ ഇവർ തമ്മിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ഇത് ഐ എന്ന് പറയുന്നതും ഐയുടെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്, ഡെൽറ്റ എസിന്റെ ഡയറക്ഷനും അങ്ങോട്ടാണ്. ആൻഡ് ദാറ്റ് 2 ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അത് ഇവർ തമ്മിൽ, അത് നമ്മൾ ഈ ലെഫ്റ്റ് ഫേസ് എടുക്കുകയാണെങ്കിലും ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 തന്നെയാണ്. ദാറ്റ് വാട്ട് ഇസ് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് ഇവിടെയും 0 ആണ്. ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡും 0 ആണ്. ഞാൻ പറയുമ്പോൾ പോലും എനിക്കൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കും. സോ കൃത്യമായിട്ട് ഒന്നുകൂടെ നോക്കുക, അത് ഇവിടെയും ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് 0 ആണ്, ഈ സൈഡിലും ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് ഇവിടുത്തെ പോലെ തന്നെ 0 ആണ്. പക്ഷെ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഐ എന്ന് പറയുന്നത്
ഐ എന്ന് പറയുന്നതും എസ് എന്ന് പറയുന്നതും ഈ രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫേസിൽ റൈറ്റ് ഫേസിൽ വരുമ്പോൾ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനാണ്. നേരെ മറിച്ച് ലെഫ്റ്റ് ഫേസിൽ വരുമ്പോൾ ഈ ഐയും ഈ എസും നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ നെഗറ്റീവോടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഇത് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഇസ് 200 പോസിറ്റീവ് ഡെൽറ്റ എസ്. ഓക്കെ, അപ്പോൾ നോക്കുക 200 ഇൻറ്റു വീണ്ടും പൈ ആർ സ്ക്വയർ. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 200 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.05 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്ന് വരും. അപ്പോൾ ഇതാണ് നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫ്ലാറ്റ് ഫേസ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ഫ്ലക്സ് ത്രൂ ദ സൈഡ് ഓഫ് ദി സിലിണ്ടർ. സൈഡ് ഓഫ് ദി സിലിണ്ടറിലുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് കാണാം. സൈഡ് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് ഇവിടെ, അത് ഇവിടെ ഈ സൈഡ്സിലുള്ള ഈ ഭാഗത്ത്, ഈ പർട്ടിക്കുലർ ഭാഗത്തുള്ള ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇയും ഡെൽറ്റാസിൻ്റെയും ഡയറക്ഷൻ സിംപ്ലി നോക്കിയാൽ മതി. അപ്പം നോക്കുക, ഇവിടെ ഇ എങ്ങോട്ടാണ് പോകുന്നത്, ഇ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഈ സൈഡിൽ നമ്മൾ ഔട്ട്വേർഡ് നോർമൽ എടുക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ എൻ ക്യാപ് ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. സോ അവർ തമ്മിലുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. സോ ഇൻ ദാറ്റ് സൈഡിൽ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഈ ഡെൽറ്റ എസ് കോസ് 90 വരും. അപ്പോൾ കോസ് 90 മീൻസ് ദാറ്റ് ഇസ് 0. കോസ് 90 മീൻസ് ഇറ്റ് ഇസ് 0. അതുകൊണ്ട് തന്നെ സൈഡ് ഓഫ് ദ സിലിണ്ടറിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് 0. ഓക്കെ, സോ സൈഡിലൂടെയുള്ള ഫ്ലക്സ് 0. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദി സിലിണ്ടർ. ആ മൊത്തം സിലിണ്ടറിൻ്റെ കൂടെയുള്ള നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എ പാർട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്ലക്സും നമുക്ക് ഈ ബി പാർട്ടിൽ കിട്ടിയിരിക്കുന്ന ഫ്ലക്സും കൂടെ ആഡ് ചെയ്താൽ മതി. ആ സൈഡ്സിലൂടെയും സർക്കുലർ ക്രോസ് സെക്ഷനിലൂടെയും കൂടെ ഉള്ളതിൻ്റെ സമ്മേഷൻ ആണല്ലോ. സോ നമ്മുടെ 5L പ്ലസ് 5R പ്ലസ് ഇപ്പം നമുക്ക് സൈഡ്സിൽ കിട്ടിയിരിക്കുന്നത് 0 ആണ്. അപ്പം അതിനും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 5L 1.57 ആണ് കിട്ടിയത്, 5Rഉം 1.57 ആണ് കിട്ടിയത്. ത്രൂ ദ സൈഡ്സ് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3.14 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്ന് വരും. ഇതാണ് നെറ്റ് ഫ്ലക്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ അകത്തുള്ള നെറ്റ് ചാർജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ഗോസ്ലോ യൂസ് ചെയ്താൽ മതി. 5 = Q/ε ആണല്ലോ. സോ Q = 5 × ε0. സോ 5 എന്ന് പറഞ്ഞാൽ നെറ്റ് ഫ്ലക്സ് ആണ്. ദാറ്റ് ഇസ് 3.14 ഇൻറ്റു ε0 എന്ന് പറഞ്ഞാൽ 8.854 × 10⁻12. ദാറ്റ് ഇസ് 2.78 × 10⁻11 കൂളം. ഓക്കെ, ഇവിടെ ഒരു കാര്യത്തിലേ ഉള്ളൂ, ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ദാറ്റ് ഇസ് ദിസ്, ഇവിടെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഇവിടെ നോക്കുക, ഈ 5Lഉം 5Rലും ആ ഡയറക്ഷൻ എങ്ങനെ വന്നു എന്നുള്ളതിൽ കൺഫ്യൂഷൻ വേണ്ട. ഈ ക്രോസ് സെക്ഷൻ എടുത്താലും രണ്ടിലും ഇയും എസും ഒരേ ഡയറക്ഷനിലാണ്. പക്ഷെ നമ്മൾ ഡയറക്ഷൻ എക്സാക്ട്ലി സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇയുടെയും എസിന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് -x ആണ്. ഇവിടെ ഈ കേസിൽ ഇയുടെ എസും ഒരേ ഡയറക്ഷനിലാണ്. ദാറ്റ് ഇസ് ആംഗിൾ 0 തന്നെയാണ് രണ്ടിടത്തും. ഈ എസും തമ്മിൽ ഉണ്ടാക്കുന്ന തീറ്റ എവിടെയും 0, എവിടെയും 0. പക്ഷെ സ്പെസിഫിക്കലി ഡയറക്ഷൻ പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇറ്റ് ഈസ് അലോങ് ദ -x ഡയറക്ഷൻ ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് ഈസ് അലോങ് ദ x ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ മൈനസും ഇവിടെ എടുക്കുമ്പോൾ പ്ലസും വരുന്നത്. ഓക്കെ, സോ അവിടെ കൺഫ്യൂസ്ഡ് ആവാതിരുന്നാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.